ശബരിമല സ്വർണ്ണമോഷണ വിവാദത്തിലെ സുപ്രധാനമായ വിവരങ്ങൾ പുറത്തുവന്ന ദിവസമാണ് ഇന്ന്. ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ ഉള്ളടക്കങ്ങൾ ഒന്നൊന്നായി ഇന്ന് 24 ബ്രേക്ക് ചെയ്യുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലെ വഴിത്തിരിവായി മാറിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി സ്വർണവും ചെമ്പുപാളിയും ബംഗളൂരുവിൽ മറച്ചുവിറ്റു എന്നുള്ളതായിരുന്നു. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലെ നിർണായകമായ കണ്ടെത്തലിന്റെ വിവരങ്ങളാണ് 24 ഇന്ന് ആദ്യം ബ്രേക്ക് ചെയ്ത വാർത്ത. അതിന് തൊട്ടു പിന്നാലെ വന്ന മറ്റൊരു നടുക്കുന്ന വാർത്തയാണ് ഈ സ്വർണ്ണപ്പാളി ഉരുക്കി അതിലെ സ്വർണം ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിക്കുമ്പോഴേക്കും അതിലെ സ്വർണം ഉരുക്കിയിരുന്നു എന്നുള്ളതാണ്. അതിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്ക്, ഇടനില നിന്നുകൊണ്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്ക് വ്യക്തമായിരിക്കുന്നു. മൂന്നാമതായി അതിലും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വന്നിരിക്കുന്നത് 2019 ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന ജയശ്രീ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ തീരുമാനം, അതായത് ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമുണ്ടായത് ദ്വാരപാലക ശില്പങ്ങളെ സ്വർണം പൂശാൻ പുറത്തേക്ക് കൊണ്ടുപോകാൻ ആരനുവാദം നൽകി എന്നതാണ്. അങ്ങനെ ഒരു അനുവാദം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകിയിരുന്നില്ല. ആ ഉത്തരവിന് വിരുദ്ധമായി, ആ ഉത്തരവിനെ അട്ടിമറിച്ചുകൊണ്ട് അതിന്റെ തിരുത്തൽ വരുത്തിയത് അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന ജയശ്രീയാണ്. അതിനെ തുടർന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ദ്വാരപാലക ശില്പങ്ങളെ സ്വർണം പൂശാൻ പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. അങ്ങനെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകളാണ് ഇന്നിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ഈ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലെ ഉള്ളടക്കത്തിന്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ദിവസമാണ് ഇന്ന്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഷഫീദ് റാവുത്തർ നമ്മളോടൊപ്പമുണ്ട്. ഷഫീദ്, ഈ വിവരങ്ങളൊക്കെ ഒന്നൊന്നായി പുറത്തു വരുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട സംശയങ്ങൾ ബാക്കിയാവുകയാണ്. അതിലൊന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസിൽ ഒരു ഇടനിലക്കാരൻ മാത്രമാണെങ്കിൽ, കാരണം 2019 ദേവസ്വം ബോർഡിന്റെ തന്നെ തീരുമാനത്തെ അട്ടിമറിച്ച് അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ജയശ്രീ ഇടപെട്ടാണ് ഈ ദ്വാരപാലക ശില്പങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ ഈ കുറ്റകൃത്യത്തിലെ പങ്ക് വ്യക്തമാക്കുന്നതാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലെ ഉള്ളടക്കം. അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വെറുമൊരു കയ്യാളായി നിന്നുകൊണ്ട് വലിയൊരു ഗൂഢസംഘത്തിന് വേണ്ടി പണിയെടുക്കുകയായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇതിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്കിനെ കുറിച്ചാണ്. സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജ് ഭണ്ഡാരി ഇതിനു മുൻപും പറഞ്ഞിരുന്നത്, ഞങ്ങൾ സ്വർണം പൂശിയ ഒരു വസ്തുക്കളും വീണ്ടും പൂശാൻ വേണ്ടി ഞങ്ങൾ സ്വീകരിക്കാറില്ല, മറിച്ച് ചെമ്പായിരുന്നു ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നിരുന്നത് എന്നാണ്. പക്ഷേ ഈ സ്വർണം ഉരുക്കിയിട്ടുണ്ട് എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻസ് അറിയാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉരുക്കിയത് കൊണ്ടാണോ ഈ 4.5 കിലോ സ്വർണത്തിന്റെ കുറവുണ്ടായത്? അതല്ല സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഒത്താശയോടുകൂടിയാണോ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്? ഷഫീദ്, പ്രധാനപ്പെട്ട കാര്യങ്ങളിലും ഇതിനോടകം തന്നെ ദേവസ്വം വിജിലൻസിന് കൃത്യമായ മറുപടി ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ കാര്യത്തിൽ ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഏതെങ്കിലും തരത്തിൽ മുരാരി ബാബുവിൽ തുടങ്ങി ജയശ്രീയിൽ അവസാനിക്കുന്ന ഒരു കണ്ണിയല്ല, ഒന്നോ രണ്ടോ മൂന്നോ നാലോ പേർ അടങ്ങുന്ന കണ്ണിയല്ല, പകരം വിശാലമായ കണ്ണികൾ. അതിന് ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് പുറമെ മറ്റു ചില ആൾക്കാർ, അവരെയൊക്കെ ഇടനില നിന്ന് അവർക്കൊക്കെ ഈ ദേവസ്വം ജീവനക്കാർ അവരെ കൊണ്ട് കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചെടുക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയപ്പെടുന്ന ഒരു കിങ് മേക്കർ എന്നൊക്കെ രീതിയിലേക്ക് ചില കണ്ടെത്തലുകൾ ദേവസ്വം വിജിലൻസിനെ സംബന്ധിച്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ബിഗ് ഫിഷാണ് എന്നുള്ളത് തന്നെയാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ഇനി ഇക്കാര്യത്തിലെ രണ്ടാമത്തെ കാര്യത്തിലുള്ള മറുപടി, സ്മാർട്ട് ക്രിയേഷൻസിന് ഇക്കാര്യത്തിൽ കൃത്യമായ റോൾ ഉണ്ട്. അതല്ലെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻസിനെ മുൾമുനയിൽ നിർത്തി തന്നെയാണ് ദേവസ്വം വിജിലൻസ് ഇക്കാര്യത്തിൽ ഇന്ന് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഇന്നലെ വരെ നമ്മൾ കരുതിയിരുന്ന കാര്യം, സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജ് ഭണ്ഡാരി അദ്ദേഹം വരുന്നു, ദേവസ്വം ആസ്ഥാനത്ത് മൊഴി നൽകുന്നു. സ്വാഭാവികമായും അദ്ദേഹം മുൻപ് പറഞ്ഞ ആ മൊഴി തന്നെ ദേവസ്വം വിജിലൻസിന് മുൻപിൽ ആവർത്തിക്കും എന്നുള്ളതാണ് നമ്മൾ കരുതിയത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ കൂടി പറയുകയും ദേവസ്വം വിജിലൻസ് ഇതിനോടകം തന്നെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഈ പങ്കജ് ഭണ്ഡാരിയോട് ചോദിക്കുകയും ചെയ്തതിൽ നിന്നാണ് പൊരുത്തക്കേടുകൾ ദേവസ്വം വിജിലൻസ് മനസ്സിലാക്കുന്നത്. ഇനി ഇതിന്റെ ഒരു ആകെ തുക എന്ന് പറയുന്നത്, GK, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇന്നത്തെ വിജിലൻസ് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ, അത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനില നിന്ന് 2019 ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി മറച്ചു വിൽക്കാൻ നീക്കം നടന്നു എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അതേത് രൂപത്തിലേക്ക് മാറ്റിയിട്ടാണ് വിറ്റത് എന്നുള്ളതിൻ്റെ വിവരമാണ് നമ്മളുടെ രണ്ടാമത്തെ ബ്രേക്കിംഗ്. അതായത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയിലെ സ്വർണം അതുരുക്കി എന്നുള്ളത് ദേവസ്വം ബോർഡ് സ്ഥിരീകരിക്കുന്നുണ്ട്, ദേവസ്വം വിജിലൻസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.